HHIS Inframart വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റുകളും HHISൽ അവൈലബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മളുള്ളത് HHIS Inframartൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് നിർമ്മിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സൈറ്റിലാണ്. മറ്റെവിടെയുമല്ല, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ജ്വല്ലറി ഗ്രൂപ്പായിട്ടുള്ള അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളം എടപ്പള്ളി ഷോറൂമിലാണ്. ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് HHISുമായിട്ട് നിരന്തരം അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഡെന്നിസാർ ആയിരുന്നു. ഡെന്നിസാർ നമ്മളോടൊപ്പം അല്പനേരം സംസാരിക്കുന്നതാണ്. സാർ, ഇപ്പം HHIS പോലുള്ള സ്ഥാപനമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ സാർ ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാം. നമ്മൾ ആക്ച്വലി ഇങ്ങനെ HHIS എന്ന് പറഞ്ഞൊരു ഫേം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് മാനേജ്മെൻറ്റിൽ നിന്ന് അറിയിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഭയങ്കര ഒരു എന്താ പറയുക ഡിഫിക്കൽട്ടായിരിക്കും പല ഓർഡർ. കാരണം യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്ട്സ് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് എൻറ്റയർലി ഒരു എക്സ്ക്ലൂസിവിറ്റി കൊടുത്ത് അവർ ഓർഡർ എടുക്കുക എന്നുള്ളൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിക്വയർമെൻറ്റ് ഫസ്റ്റ് പറയുകയും അത് ക്ലിയറായിട്ട് ആ ഒരു ക്ലിയർ കട്ട് നമ്മൾ തന്ന എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുള്ള എല്ലാ ഡെലിവറീസും ഓൺ ടൈം നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മിഡ് ടൈമിൽ നമ്മുടെ പ്ലാൻസ് കുറച്ച് ചേഞ്ച് ആകുകയും ഡിസൈൻസ് ചേഞ്ച് ആകുകയും ചെയ്ത സമയത്ത് പോലും നമ്മൾ ആരിസാറുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ സമയത്ത് വിളിച്ചറിയിക്കുകയും ഒരു വളരെ ഷോർട്ട് സ്പാനിൽ തന്നെ നമുക്ക് ഐറ്റംസ് പെട്ടെന്ന് ഡെലിവർ ആകുകയും വർക്കിലധികം ഡിലേ ഇല്ലാതെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോയി. അത് അത്യാവശ്യം ഭയങ്കര ടൈറ്റ് ഡെഡ് ലൈൻ ഉള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്കത് വളരെ സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഔട്ട്കം വളരെ നല്ലത് തന്നെയാണ്. കുറച്ചേറെ നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് വരും എന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ബട്ട് ത്രൂ ഔട്ട് റണ്ണിങ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി കിട്ടി. കാരണം നമ്മൾ യൂഷ്വലി ശീലിച്ചിട്ടുള്ളതൊക്കെ എക്സ്ക്ലൂസീവ്ലി ഒരു വർക്ക് ഫുള്ള് ഹാൻഡ് ഓവർ ചെയ്യാം, അങ്ങനെയായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ആ ഹെഡ് ഏക്സ് ഇല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യേണ്ടി വരില്ല. ഇത് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ പർട്ടിക്കുലർലി ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഉണ്ടാകുക എന്നുള്ളൊരു സാധനം പോലും നമുക്ക് പല സമയത്തും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മളുടെ വർക്കേഴ്സ് തരുന്ന അല്ല നമ്മുടെ ആ ഒരു കൺസൾട്ടൻറ്റ് തരുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫോർവേഡ് ചെയ്തപ്പം വളരെ പ്രോംപ്റ്റ് എന്തായിരുന്നു സൊല്യൂഷനായിരുന്നു. ആൻസർ പറഞ്ഞു, നമുക്ക് കറക്റ്റ് ടൈമിങ് തന്നിട്ട് ആ ടൈമിങ്ങിലൂടെ സാധനം എത്തുകയും ചെയ്തു. കാരണം മിക്ക ദിവസവും മോസ്റ്റ്ലി ഏർലി മോർണിംഗോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ നൈറ്റ് നമ്മൾ പല സമയത്തായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയും നമുക്ക് ഒരു പോസിറ്റീവ് എന്താ പറയുക, അതിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുകയും നെക്സ്റ്റ് ഡേ തന്നെ നമ്മളുടെ റണ്ണിങ് വർക്കിനെ ബോദർ ചെയ്യാത്ത, അതല്ലാതെ ഹിൻഡർ ചെയ്യാത്ത രീതിയിൽ തന്നെ ഐറ്റംസ് ഡെലിവറി എത്തുകയും നമ്മുടെ സൈറ്റിലുള്ള MEP കൺസൾട്ടൻ്റൊക്കെ അത് റിസീവ് ചെയ്ത് കൗണ്ട് ചെയ്ത് ക്ലിയറായിട്ട് അവർ ആ ടൈമിൽ സാധനം എത്തി എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവ് ഇതാണ്. നമ്മൾ പക്ഷേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക സർവീസിൻ്റെ ഡിലേ കാരണം വർക്ക് സ്റ്റോപ്പായെന്നോ അല്ലെങ്കിൽ വർക്ക് പെൻഡിങ് ആണെന്നോ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു ഞങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ HHIS തന്നെ നമുക്ക് അതിലേക്ക് പ്രിഫർ ചെയ്യും. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ജ്വല്ലറി ഗ്രൂപ്പാണ്. അപ്പോൾ അത്രയും നല്ലൊരു സ്ഥാപനമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. ഇത്രയും നല്ലൊരു റിവ്യൂ ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ എന്താ പറയുന്നത്, ഇത് നമുക്കപ്പോൾ ആ സമയത്ത് തോന്നിയ ജെന്യുവൻ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും